ആകാശവാണി വാർത്താഭീക്ഷണം. ദക്ഷിണാഫ്രിക്ക G20 ഉച്ചകോടി. ആഫ്രിക്കൻ മുന്നേറ്റങ്ങൾക്ക് കരുത്തു പകർന്ന് ഇന്ത്യ. തയ്യാറാക്കിയത് C ചന്ദ്രശേഖരൻ, മാധ്യമപ്രവർത്തകൻ. അവതരണം നിരഞ്ജന. 1999 രൂപീകരിച്ചെങ്കിലും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് G20 ഉച്ചകോടി എത്താൻ കാൽനൂറ്റാണ്ട് കാത്തിരിക്കേണ്ടി വന്നു. ലോകത്തെ വ്യാവസായികമായി വികസിച്ചതും ഉയർന്നുവരുന്നതുമായ പ്രമുഖ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഗ്രൂപ്പ് ഓഫ് 20 അഥവാ G20 ഉച്ചകോടി ദക്ഷിണാഫ്രിക്കൻ തലസ്ഥാനമായ ജോഹന്നസ്ബർഗിൽ നവംബർ 22-23 തീയതികളിൽ നടന്നു. അന്താരാഷ്ട്ര രംഗത്ത് പുതിയ അധികാര സമവാക്യങ്ങൾ രൂപപ്പെടുന്ന സാഹചര്യത്തിൽ ആഫ്രിക്കൻ വൻകര ആഗോള രാഷ്ട്രീയത്തിൽ സ്വാധീനമുറപ്പിക്കുന്നതിന്റെ തെളിവായിരുന്നു ഉച്ചകോടി. ഒപ്പം ബഹിഷ്കരണവും പ്രതിഷേധങ്ങൾ കൊണ്ടും ശ്രദ്ധേയമായിരുന്നു ജോഹന്നസ്ബർഗ് സമ്മേളനം. ആഫ്രിക്കൻ മുന്നേറ്റങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഉച്ചകോടി കൂട്ടായ്മയിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമായ US ബഹിഷ്കരിച്ചത് ദക്ഷിണാഫ്രിക്കൻ ഉച്ചകോടിക്ക് അല്പം ക്ഷീണമുണ്ടാക്കി. ദക്ഷിണാഫ്രിക്കയിൽ ന്യൂനപക്ഷമായ വെള്ളക്കാർ വംശീയമായി പീഡിപ്പിക്കപ്പെടുന്നുവെന്ന് ആരോപിച്ചാണ് അമേരിക്ക ഉച്ചകോടി ബഹിഷ്കരിച്ചത്. ഈ കാരണത്താൽ ദക്ഷിണാഫ്രിക്കയും US-നുമിടയിലെ നയതന്ത്ര ബന്ധങ്ങൾ ഉലയാൻ തുടങ്ങിയിട്ട് നാളേറെയായി. G20 ഉച്ചകോടി ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്നത് അപമാനകരമാണെന്ന് പോലും US പ്രസിഡന്റ് ട്രംപ് പ്രതികരിക്കുന്ന വിധത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അകൽച്ച കൂടിക്കൊണ്ടിരിക്കുന്നു. ഡച്ച്, ഫ്രഞ്ച്, ജർമ്മൻ കുടിയേറ്റക്കാരുടെ പിൻഗാമികളായ ആഫ്രിക്കക്കാർ കൊല്ലപ്പെടുകയാണെന്നും അവരുടെ ഭൂമിയും കൃഷിയിടങ്ങളും കണ്ടുകെട്ടുകയാണെന്നും ട്രംപ് കുറ്റപ്പെടുത്തുന്നു. ആഫ്രിക്കയിലെ വെളുത്ത വർഗ്ഗക്കാർ വംശഹത്യയ്ക്ക് വിധേയരാകുന്നുവെന്നും അവരോട് വിവേചനം കാണിക്കുന്നുവെന്നും ആരോപിച്ച് നേരത്തെ ഡൊണാൾഡ് ട്രംപ് ദക്ഷിണാഫ്രിക്കയ്ക്കുള്ള സാമ്പത്തിക സഹായം വെട്ടിക്കുറയ്ക്കുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവച്ചിരുന്നു. ദക്ഷിണാഫ്രിക്കൻ ജനസംഖ്യയിൽ 7% മാത്രമാണ് യൂറോപ്യൻ വംശജർ. എന്നാൽ മൊത്തം കൃഷിഭൂമിയുടെ 4/3 ഇവരുടെ കൈവശമാണ്. പ്രത്യേക സാഹചര്യങ്ങളിൽ നഷ്ടപരിഹാരം കൊടുക്കാതെ തന്നെ കൃഷിഭൂമി കണ്ടുകെട്ടാനുള്ള നിയമം കഴിഞ്ഞ മാസം ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമഫോസ ഒപ്പിട്ടിരുന്നു. ഇത് യൂറോപ്യൻ വംശജരെ ഉന്നമിട്ടാണെന്ന് ട്രംപ് ആരോപിക്കുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ ആരോപണങ്ങളെ തള്ളിക്കളഞ്ഞ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് അമേരിക്കയുടെ അസാന്നിധ്യം ചർച്ചകളെ ബാധിക്കില്ലെന്നും ഉച്ചകോടി വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും വെല്ലുവിളിച്ചിരുന്നു. അമേരിക്ക പങ്കെടുക്കാത്തതിനാൽ ഉച്ചകോടിയിൽ ഒരു പ്രഖ്യാപനവും ഔദ്യോഗികമായി അംഗീകരിക്കരുതെന്ന് അമേരിക്കയുടെ നിർദ്ദേശത്തെയും ഉച്ചകോടിയുടെ അധ്യക്ഷനെന്ന നിലയിൽ സിറിൽ റാമഫോസ അവഗണിച്ചു. കാൽ നൂറ്റാണ്ട് കാത്തിരുന്ന് കിട്ടിയ ഒരു രാജ്യാന്തര ഉച്ചകോടി രാജ്യത്ത് നടക്കുമ്പോൾ അതൊരു സമരത്തിനുള്ള വേദിയാക്കാൻ ആഫ്രിക്കയിലെ സ്ത്രീ സമൂഹവും ശ്രമിച്ചു. പർപ്പിൾ പ്രൊട്ടസ്റ്റ് എന്ന പേരിൽ സ്ത്രീകൾ ആരംഭിച്ച സമരം ഇതിനകം ആഗോള ശ്രദ്ധ നേടിക്കഴിഞ്ഞു. ദക്ഷിണാഫ്രിക്കയിലെമ്പാടും പ്രായഭേദമന്യേ സ്ത്രീകൾ വീടിനുള്ളിലും പൊതുയിടത്തും നേരിടുന്ന അതിക്രമങ്ങൾക്ക് എതിരെയുള്ള പ്രതിഷേധമാണ് പർപ്പിൾ പ്രൊട്ടസ്റ്റ്. വിമൻ ഫോർ ചേഞ്ച് എന്ന വനിതകളുടെ അവകാശ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന NGO സംഘടനയാണ് പർപ്പിൾ പ്രൊട്ടസ്റ്റ് എന്ന സമരാശയത്തിന് പിന്നിൽ. ദക്ഷിണാഫ്രിക്കയിൽ ഓരോ 2.5 മണിക്കൂർ കൂടുമ്പോഴും ഒരു സ്ത്രീ കൊല ചെയ്യപ്പെടുന്നുവെന്നാണ് കണക്കുകൾ പറയുന്നത്. ഒരു ദിവസം കുറഞ്ഞത് 137 ലൈംഗിക കൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. സ്ത്രീഹത്യയ്ക്കും ലൈംഗിക അതിക്രമങ്ങൾക്കുമെതിരെ ഒട്ടേറെ പ്രചരണങ്ങൾ നടത്തിയെങ്കിലും അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഉണ്ടായില്ല. ദക്ഷിണാഫ്രിക്കയിലെ സ്ത്രീഹത്യാ നിരക്ക് രാജ്യാന്തര ശരാശരിയുടെ 5 ഇരട്ടിയാണെന്നാണ് UN പുറത്തിറക്കിയ റിപ്പോർട്ടിലും വ്യക്തമാക്കുന്നത്. ഈ സാഹചര്യത്തിൽ ലോകശ്രദ്ധയിൽ കൊണ്ടുവരാൻ സ്ത്രീകൾ കണ്ടെത്തിയ അനുയോജ്യമായ മാർഗമാണ് G20 ഉച്ചകോടി നടക്കുന്ന സമയം. ഐക്യദാർഢ്യം, സമത്വം, സുസ്ഥിരത എന്നതായിരുന്നു ദക്ഷിണാഫ്രിക്ക ആദ്യമായി ആതിഥേയത്വം വഹിച്ച G20 ഉച്ചകോടിയുടെ തലക്കുറി വാചകങ്ങൾ. 3 വിഭാഗങ്ങളിലായിട്ടാണ് G20 ഉച്ചകോടി പൂർണ്ണമായത്. അധ്യക്ഷ പദവി വഹിക്കുന്ന രാജ്യമെന്ന നിലയിൽ അജണ്ട നിശ്ചയിക്കേണ്ട ദക്ഷിണാഫ്രിക്ക ദരിദ്ര രാജ്യങ്ങൾക്ക് കാലാവസ്ഥാ സംബന്ധമായ ദുരിതങ്ങളിൽ നിന്ന് കരകയറാനും വിദേശ കടബാധ്യത കുറയ്ക്കാനുമുള്ള ചർച്ചകൾക്ക് പ്രാധാന്യം നൽകി. തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക, അസമത്വം കുറയ്ക്കുക, വ്യവസായവൽക്കരണം പ്രോത്സാഹിപ്പിക്കുക, ആഗോള ഭക്ഷ്യ ഊർജ്ജ സുരക്ഷാ പ്രശ്നങ്ങൾ, വികസ്വര രാജ്യങ്ങൾ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധികളും കടഭാരവും ലഘൂകരിക്കുന്നതിനുള്ള ആഗോള പരിഷ്കാരങ്ങൾ തുടങ്ങിയ വിഷയങ്ങളും ഉച്ചകോടിയിൽ ചർച്ചയായി. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ബഹിഷ്കരണത്തിനിടയിലും G20 ഉച്ചകോടിയിൽ നിർണായകമായ ജോഹന്നസ്ബർഗ് പ്രഖ്യാപനം അംഗരാജ്യങ്ങൾ ഏകകണ്ഠമായി അംഗീകരിച്ചു. ഉച്ചകോടി തുടങ്ങി ആദ്യ ദിവസം തന്നെ സംയുക്ത പ്രസ്താവനയിൽ ധാരണയിലെത്താൻ സാധിച്ചത് ആതിഥേയരായ ദക്ഷിണാഫ്രിക്കയുടെ വൻ നയതന്ത്ര വിജയമായാണ് വിലയിരുത്തുന്നത്. സാധാരണയായി ഉച്ചകോടിയുടെ അവസാന ദിവസമാണ് സമവായങ്ങളിലൂടെ സംയുക്ത പ്രഖ്യാപനം ഉണ്ടാകാറുള്ളതെങ്കിലും ഇത്തവണ അംഗരാജ്യങ്ങളുടെ യോജിപ്പിനെ തുടർന്ന് ആദ്യ ദിവസം തന്നെ പ്രഖ്യാപനം നടത്താൻ സാധിച്ചു. UN ചാർട്ടർ, അന്താരാഷ്ട്ര നിയമങ്ങൾ, സമാധാനപരമായ തർക്ക പരിഹാരം എന്നിവയുടെ പ്രാധാന്യം എടുത്തു പറയുന്നതാണ് സംയുക്ത പ്രഖ്യാപനം. ആഗോള സാമ്പത്തിക പ്രതിസന്ധികളെ നേരിടുന്നതിനായി സമ്പന്നരും ദരിദ്രരുമായ രാജ്യങ്ങൾക്കിടയിലുള്ള ഒരു പാലമായിട്ടാണ് 1999 G20 കൂട്ടായ്മ രൂപീകരിച്ചത്. ലോകത്തെ വ്യാവസായികമായി വികസിച്ചതും ഉയർന്നുവരുന്നതുമായ പ്രമുഖ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് G20. ആഗോള GDPയുടെ 85%, അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ 75%, ലോക ജനസംഖ്യയുടെ 2/3 G20 രാജ്യങ്ങൾ പ്രതിനിധീകരിക്കുന്നു. അതുകൊണ്ടുതന്നെ ഈ ഗ്രൂപ്പിന്റെ തീരുമാനങ്ങൾ ലോകത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. 19 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ആഫ്രിക്കൻ യൂണിയനും ഉൾപ്പെടെ 21 അംഗങ്ങളാണ് G20യിൽ.
ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ചൈനീസ് പ്രധാനമന്ത്രി ലീ ക്വിയാങ്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി, ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മേഴ്സ്, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയോ മെലോനി, ജപ്പാൻ പ്രധാനമന്ത്രി സാനെ താക്കേച്ചി, സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ, ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് തുടങ്ങിയ പ്രമുഖ ലോക നേതാക്കൾ ഉച്ചകോടിയിൽ പങ്കെടുത്തു. G20 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ജോഹാന്നസ്ബർഗ് ഗൌട്ടിങ്ങിലെ വാട്ടർക്ലൂഫ് വ്യോമസേനാ താവളത്തിലെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരമ്പരാഗത രീതിയിലാണ് സ്വീകരിച്ചത്. ഉച്ചകോടിയുടെ 3 സെഷനുകളിലും പങ്കെടുത്ത നരേന്ദ്രമോദി മറ്റ് രാജ്യാന്തര വേദികളിൽ എന്ന പോലെ ജോഹാന്നസ്ബർഗ് ഉച്ചകോടിയിലും ശ്രദ്ധാകേന്ദ്രമായി. വസുധൈവ കുടുംബകം, ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്ന ഭാരതത്തിന്റെ കാഴ്ചപ്പാടിലൂന്നിയ ആശയങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകോടിയിൽ അവതരിപ്പിച്ചത്. G20 കൂട്ടായ്മയുടെ ഉച്ചകോടിയിൽ ആഗോളതലത്തിൽ ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾക്ക് പരിഹാരം കാണുന്നതിൽ ഇന്ത്യ സജീവ പങ്ക് വഹിക്കുന്നതും ഉച്ചകോടിയിൽ പ്രകടമായി. ജോഹന്നാസ്ബർഗ് ഉച്ചകോടിയിൽ ഇന്ത്യയുടെ സാന്നിധ്യം വികസ്വര രാജ്യങ്ങളുടെ നേതൃത്വത്തിന് സുപ്രധാനമായ പ്രോത്സാഹനമാണ്. ദക്ഷിണാഫ്രിക്കയുമായുള്ള ഊഷ്മളമായ ബന്ധം അടയാളപ്പെടുത്തുന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉച്ചകോടിയിലെ സാന്നിധ്യം. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന ഏറ്റവും പരിചയസമ്പന്നരായ ലോക നേതാക്കളിൽ ഒരാളായാണ് നിരീക്ഷകർ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിലയിരുത്തുന്നതും. G20 രാജ്യങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും സുസ്ഥിരവും നാഗരിക വിജ്ഞാനത്തിലൂന്നിയതുമായ മാതൃകകൾ സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകോടിയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ പറഞ്ഞു. ലോകം കാലാവസ്ഥാ പ്രതിസന്ധിയെയും അതിവേഗം മാറുന്ന ജീവിതശൈലികളെയും നേരിടുന്ന ഈ സമയത്ത് ആരോഗ്യം, പരിസ്ഥിതി, സാമൂഹ്യ ഐക്യം എന്നിവ സംബന്ധിച്ച പരമ്പരാഗത അറിവുകൾ രേഖപ്പെടുത്തുകയും പങ്കുവയ്ക്കുകയും ഭാവി തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യുമെന്ന് ഉറപ്പാക്കുന്നതുമായിരിക്കണം ഈ ശേഖരത്തിന്റെ ലക്ഷ്യമെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി ഉച്ചകോടിയിൽ പറഞ്ഞു. ആരോഗ്യമേഖലയിൽ അടിയന്തര പ്രതികരണത്തിനുള്ള ഉദ്യമമെന്ന നിലയ്ക്ക് ഗ്ലോബൽ ഹെൽത്ത് കെയർ റെസ്പോൺസ് ടീം പരിസ്ഥിതി സന്തുലിതവും സാംസ്കാരിക സമ്പന്നവും സാമൂഹിക ഐക്യബോധവുമുള്ള ജീവിതക്രമം സംരക്ഷിക്കുന്നതിനായി ഗ്ലോബൽ ട്രഡീഷണൽ നോളജ് റെപ്പോസിറ്ററി എന്നിവ G20 കൂട്ടായ്മയ്ക്ക് കീഴിൽ സ്ഥാപിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ചു. ആരോഗ്യ അടിയന്തരാവസ്ഥകളോ പ്രകൃതി ദുരന്തങ്ങളോ ഉണ്ടാകുമ്പോൾ ഉടനടി വിന്യസിക്കാൻ പാകത്തിന് വിദഗ്ധർ അടങ്ങിയ G20 ഹെൽത്ത് കെയർ റെസ്പോൺസ് ടീം ആവിഷ്കരിക്കണമെന്നും നരേന്ദ്രമോദി നിർദ്ദേശിച്ചു. ആഗോള പുരോഗതിക്ക് ആഫ്രിക്കയുടെ വളർച്ച അത്യന്താപേക്ഷിതമാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. അതിനായി ആഫ്രിക്കൻ യുവാക്കളെ ലക്ഷ്യമിട്ടുള്ള ഒരു നൈപുണ്യ പദ്ധതിയും അദ്ദേഹം പ്രഖ്യാപിച്ചു. പെന്റനൈൽ പോലുള്ള അതീവ മാരകമായ സിന്തറ്റിക് മയക്കുമരുന്നുകൾ ആഗോളതലത്തിൽ വ്യാപിക്കുന്നതിലുള്ള ആശങ്കയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രകടിപ്പിച്ചു. മയക്കുമരുന്നിലൂടെയുള്ള പണമാണ് ഭീകര സംഘടനകളിലേക്ക് ഒഴുകുന്നതെന്നും മോദി ചൂണ്ടിക്കാട്ടി. ഡ്രഗ് ടെറർ നെക്സസ് അഥവാ ലഹരി ഭീകരവാദ ബന്ധം ചെറുക്കുന്നതിനായി ഒരു പ്രത്യേക G20 സംരംഭത്തിനും ആഹ്വാനം ചെയ്തു. ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ നിലപാടിന് പിന്തുണ നൽകിയാണ് ഉച്ചകോടി സംയുക്ത പ്രഖ്യാപനം നടത്തിയത്. G20 ഉച്ചകോടിയുടെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്ന ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമഫോസ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചു. 2023 ഇന്ത്യ അധ്യക്ഷസ്ഥാനം വഹിച്ച സമയത്താണ് ആഫ്രിക്കൻ യൂണിയന് G20 അംഗത്വം ലഭിച്ചതെന്നും അദ്ദേഹം പ്രത്യേകം സ്മരിച്ചു. ആഗോള വേദികളിൽ ആഫ്രിക്കൻ നിലപാടുകളെ സ്ഥിരമായി പിന്തുണയ്ക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് ആഫ്രിക്കൻ നേതാക്കൾക്ക് ബോധമുണ്ടെന്നും സിറിൽ റാമഫോസ പറഞ്ഞു. കാനഡ മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ ഭരണകാലത്ത് ഖാലിസ്ഥാൻവാദികളെ പ്രോത്സാഹിപ്പിച്ചതിന്റെ പേരിൽ വഷളായ നയതന്ത്ര ബന്ധം വീണ്ടും ശക്തമാക്കുന്നതിനു കൂടി ജോഹന്നാസ്ബർഗ് G20 ഉച്ചകോടി വേദിയായി. ഉച്ചകോടിയുടെ സമാപന ചടങ്ങിൽ സംസാരിച്ച ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമഫോസ രാജ്യങ്ങളുടെ വ്യത്യാസങ്ങളെക്കാൾ പങ്കിട്ട ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് കരാർ മുന്നോട്ടു പോകേണ്ടതെന്ന് പറഞ്ഞു. ബഹുകക്ഷി സഹകരണത്തിന് പ്രതിജ്ഞാബദ്ധമായ സംയുക്ത പ്രഖ്യാപനത്തോടെയാണ് ആഫ്രിക്കൻ വൻകര സാക്ഷ്യം വഹിച്ച ആദ്യ G20 അവസാനിച്ചത്. യുക്രൈൻ, സുഡാൻ, കോങ്കോ, ഗാസ, നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ശാശ്വത സമാധാനം കൊണ്ടുവരാൻ G20 കൂട്ടായ്മ പ്രധാന പങ്കുവഹിക്കാനും തീരുമാനമായി. 2026 G20 ഉച്ചകോടി US-ലെ ഫ്ലോറിഡയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗോൾഫ് കോഴ്സിൽ നടക്കുമെന്നാണ് പ്രതീക്ഷ. അടുത്ത വർഷം G20 ഉച്ചകോടി നടക്കുന്ന രാജ്യത്തെ രാഷ്ട്രത്തലവൻ പങ്കെടുക്കാത്തതിനാൽ ആചാരപരമായ അധ്യക്ഷസ്ഥാന കൈമാറ്റത്തിൽ നിന്ന് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമഫോസ മാറി നിന്നു. ദക്ഷിണാഫ്രിക്കയിലെ US നയതന്ത്ര കാര്യാലയത്തിലെ ഒരു ഉദ്യോഗസ്ഥനാണ് അധികാര കൈമാറ്റം സ്വീകരിച്ചത്. ഇത്തരമൊരു അനുഭവം G20 ഉച്ചകോടിയിൽ ആദ്യമാണ്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. ദക്ഷിണാഫ്രിക്ക G20 ഉച്ചകോടി ആഫ്രിക്കൻ മുന്നേറ്റങ്ങൾക്ക് കരുത്തു പകർന്ന് ഇന്ത്യ.